हिन्दुरक्षा ममादीक्षा. സ്വാമിയെ ശരണമയ്യപ്പ. വളരെ സന്തോഷം നിറഞ്ഞ ഒരു പ്രഭാതത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം വളരെ മാതൃകാപരമായിട്ടുള്ള ചില സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ അവസരം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യവും ജീവിതത്തിലെ ഒരു നിയോഗവുമായി കരുതുകയാണ്. കാരണം നമ്മുടെ സനാതന സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്തവാക്യങ്ങളിൽ ഒന്നാണ് നരസേവ, മാനവസേവ, മാധവസേവ, നരപൂജ, നാരായണ പൂജ എന്നുള്ള ആപ്തവാക്യങ്ങൾ. അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. സേവന പ്രവർത്തനങ്ങൾ, വളരെ വിപുലമായിട്ടുള്ള ചില സേവന പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലെ ഈ ഭഗവത് സന്നിധിയിൽ നടക്കാൻ പോകുന്നത്. ഡ്രസ് ബാങ്ക്, മെഡിസിൻ ബാങ്ക്, നേത്രദാന ബോധവൽക്കരണ പരിപാടി, ആധ്യാത്മിക റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം തുടങ്ങിയവ, അതോടൊപ്പം തന്നെ വിശിഷ്ടമായിട്ടുള്ള വ്യക്തികളെ ആദരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. വിശ്വഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെമ്പാടും ഏകദേശം 200-നടുത്ത് ക്ഷേത്രങ്ങളുണ്ട്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ 200-ൽ പരം ക്ഷേത്രങ്ങളുണ്ട്. വലിയ ക്ഷേത്രങ്ങളുണ്ട്, വളരെ സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടും മാതൃകാപരമായിട്ടുള്ള ഒരു ക്ഷേത്രമെന്ന രീതിയിൽ നമ്മളുടെ ഈ വലിയ കവല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം മാറി എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്ന കാര്യപരിപാടികളൊക്കെ തന്നെ. സേവന പദ്ധതികളാണ് നടപ്പാക്കാൻ പോകുന്നതൊക്കെ തന്നെ. പക്ഷേ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളിൽ ഒന്നാണ് സേവനം എന്നുള്ളത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കോട്ടയത്തൊരു ജുവലറിയുടെ പരസ്യം കണ്ടു. ജുവലറിയുടെ പേര് ഞാൻ പറയുന്നില്ല. 100 വർഷത്തെ സേവന പാരമ്പര്യം. 100 വർഷത്തെ സേവന പാരമ്പര്യം. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. ഈ 100 വർഷമായിട്ട് നാട്ടുകാർക്കൊക്കെ സ്വർണം സൗജന്യമായിട്ട് തന്ന് നമ്മളെയൊക്കെ കനപ്പിച്ച സേവനമാണ് എന്ന് തോന്നും ആ വാക്ക് കണ്ടാൽ, സേവന പാരമ്പര്യം എന്ന് പറഞ്ഞാൽ. ചില ആശുപത്രികളുടെ പരസ്യമുണ്ട്. 50 വർഷത്തിലേറെക്കാലമായി സേവന രംഗത്തുള്ള ഇന്ന ആശുപത്രി, ഇങ്ങനും കാണും. ആ സേവനം ഏതർത്ഥത്തിലാണ് പറയുന്നത്? സേവനമെന്ന് പറഞ്ഞാൽ വേതനം വാങ്ങാതെ വേദന അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് സേവനം. സ്വർണം വിറ്റ് 1.25 ലക്ഷം രൂപ പവന് വാങ്ങുന്നതും ഒരു ബൈപ്പാസ് സർജറിക്ക് 10-15 ലക്ഷം വാങ്ങുന്നതും ഒക്കെ സേവനമെന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ എടുക്കാൻ സാധിക്കില്ല. അതിനൊരിക്കലും സേവനമെന്ന് പറയാൻ സാധിക്കില്ല. അതൊക്കെ തന്നെ കച്ചവടമാണ്. അതിന് സേവന പാരമ്പര്യമൊന്നും ആ വാക്കിലില്ല. അതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിലെ ഒരു HMൻ്റെ സെൻഡ് ഓഫ് യോഗത്തിന് പോയി. ഞാൻ മാനേജറായിട്ടിരുന്നൊരു സ്കൂളാണ്, ഞങ്ങളുടെ നാട്ടിലൊരു സ്കൂളാണ്. 30 വർഷത്തെ സേവനത്തിന് ശേഷം വിടവാങ്ങുന്ന ടീച്ചർക്ക് സെൻഡ് ഓഫ്. 30 വർഷം ടീച്ചർ സൗജന്യമായിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചതെന്ന് അർത്ഥം തോന്നും. ഒരിക്കലുമല്ല. ടീച്ചർ കൃത്യമായ രീതിയിൽ എല്ലാ മാസവും ശമ്പളം വാങ്ങിയിട്ട് തന്നെയാണ് ആ സേവനം ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്കായി സേവനം മാറിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. സേവനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ ചെയ്യുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേര് എന്ന് വെച്ചാൽ, വേദന അനുഭവിക്കുന്നവർക്ക് വേതനം പറ്റാതെ ഏതെങ്കിലും ഒരു നിഷ്കാമകർമ്മം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതിനെ മാത്രമേ നമുക്ക് സേവനമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പണം വാങ്ങി ചെയ്യുന്നതൊന്നും തന്നെ സേവനമല്ല. അതൊക്കെ വെറും ഡ്യൂട്ടിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി, ഭാരതത്തിൻ്റെ ആധ്യാത്മികത, സനാതന സംസ്കാരം മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് മാനവ സേവ തന്നെയാണ്. മാനവനെ സേവിക്കുക, മാനവന് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക. അത് ഏതെങ്കിലും ക്യാഷ് ഇൻ കൈൻഡിലാവാം, ക്യാഷിൻ്റെ രൂപത്തിലാകാം, ഒക്കെയാണ്. ഏതെങ്കിലും ഒരു നമുക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നു, മെഡിസിൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ സർജറിക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സമാഹരണം നടത്തിയതിന് ശേഷം അവർക്ക് ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ തന്നെ സേവനമാണ്. പക്ഷേ അത് മാത്രമാണോ സേവനമെന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല സേവനം.
ധാരാളം സേവനങ്ങളുണ്ട്. അവശത അനുഭവിക്കുന്ന മക്കൾ വിദേശത്തായതിനാൽ ആരോടും സംസാരിക്കാനും പറയാനുമില്ലാതെ ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ കഴിയുന്ന ഒരു പ്രായമുള്ള അച്ഛനും അമ്മയുടെ അടുത്ത് പോയി അവരെ ഒന്ന് കേൾക്കുകയും അവർക്ക് വേണ്ട സാന്ത്വനം പകർന്നു നൽകുകയും ചെയ്യാനുള്ള, ഒന്നും ചെയ്തു കൊടുക്കണ്ട, അവരുടെ വിഷമങ്ങൾ നമ്മളോട് പറയുമ്പോൾ, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുമ്പോൾ നമ്മളിത് ചെവി കൂർപ്പിച്ചുകൊണ്ട് അവരുടെ ആ സംസാരത്തിനെ കേൾക്കുകയാണെങ്കിൽ അതും ഒരു സേവനം തന്നെയാണ്. അതും കൃത്യമായ സേവനം തന്നെയാണ്. ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും സേവനങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സമാജം മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ മൈക്കിൽ കൂടെ ഈ വൈക്കം സ്വദേശികളായ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ ആൾക്കാരുടെ സേവനത്തിൻ്റെ ഒരു അവസാനത്തെ ഒരു റിസൾട്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് ധാരാളം പണമുണ്ടെങ്കിൽ ഇതൊന്നൊരു പ്രശ്നമേ അല്ല, ആരുടെ സഹായം വേണ്ട, ആരും എന്നെ പരിഗണിക്കുകയും വേണ്ട, ഞാൻ ജീവിച്ചു കൊള്ളാം എന്നുള്ളൊരു അഹങ്കാര ബോധത്തോടു കൂടിയാണ് നമ്മളിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഏത് സമയം വരെ? ഒരു ആരോഗ്യമുള്ള സമയം വരെ മാത്രമേ ഉള്ള ചിന്ത. ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രായത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ മാറുകയാണ്, നമ്മളുടെ പ്രവൃത്തികൾ മാറുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഭാരതീയ സംസ്കൃതി ലോകത്തിന് കാഴ്ചവെച്ചിട്ടുള്ള ഉദാത്തമായ ആശയങ്ങളുണ്ട്. വേറെ സെമറ്റിക് മതങ്ങളെപ്പറ്റി സ്വാഗതത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ബാക്കി സെമറ്റിക് മതങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടുള്ള സങ്കല്പമാണ് എങ്കിൽ ഈ ഭാരതത്തിനെയും ഈ ലോകത്തിനെയും എല്ലാം ഒന്നായി കണ്ടുകൊണ്ട് ചില സങ്കല്പങ്ങൾ വന്നിട്ടുണ്ട്. വസുദൈവ കുടുംബകം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, കൃണ്ണന്തോ വിശ്വമാര്യം. ഇതൊക്കെ ചുമ്മാതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. ഭാരത സമസ്ത സുഖിനോ ഭവന്തു എന്നല്ല എഴുതിയത്. ഭാരതമാണ് എൻ്റെ കുടുംബം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ലോകമാണ് എൻ്റെ കുടുംബം. ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളാണ്. ലോകത്തിലുള്ള എല്ലാവർക്കും തന്നെ സുഖവും സന്തോഷവും ഉണ്ടാകണം. ഈ പ്രധാനപ്പെട്ട ആപ്തവാക്യം തന്നെയാണ് സേവനമെന്ന് പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 8 മണിക്ക് ഇറങ്ങി 10 മണിക്ക് ഇവിടെ എത്തണം എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നത് എൻ്റെ വാച്ചിലേക്കാണ്. ഈ വാച്ച് എന്ന് പറയുന്നത് എനിക്ക് സമയം കാണിച്ചു തരുന്ന ഈ ഒരു ഉപകരണം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഇതിൻ്റെ പിറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കി ഈ വാച്ചിനെ പറ്റി. കൃത്യമായി നമുക്കൊരു ഉത്തരം കിട്ടും. ഈ വാച്ച് എനിക്ക് സമയം കാണിച്ചു തരുന്നതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച, അധ്വാനിച്ച ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഈ വാച്ചിൻ്റെ പിറകിലെ പിറവിയുടെ കാരണം. ഈ വാച്ച് കണ്ടുപിടിച്ച ഒരു വ്യക്തിയുണ്ട്. ആ കണ്ടുപിടിച്ച ആശയത്തിനെ വിജയപ്രദമാക്കാൻ അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ചെയ്ത് പ്രവർത്തിച്ചവരുണ്ട്. ഓരോരോ ഈ വാച്ചിലെ ഓരോരോ സാധന സാമഗ്രികളും കൃത്യമായ സമയത്ത് ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്ത വ്യക്തികളുണ്ട്. അതെല്ലാം കൂട്ടിയോജിപ്പിച്ച ഫാക്ടറി സംവിധാനമുണ്ട്. അത് പാക്ക് ചെയ്തവരുണ്ട്. അതിനുശേഷം ഹോൾസെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് പോയതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരുണ്ട്. റീറ്റെയിൽ കടയിലേക്ക് വാഹനത്തിൽ കൊണ്ടുവന്ന വ്യക്തികളുണ്ട്. ആ കടയിലെ സെയിൽസ്മാനുണ്ട്. ആ സെയിൽസ്മാനിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങി ഞാൻ വരെയുള്ള ആയിരക്കണക്കിന് ആൾക്കാരുടെ സഹായമുള്ളത് കൊണ്ടാണ് ഈ വാച്ചിലെ സമയം കൃത്യമായി കാണുന്നത്. എനിക്ക് എത്ര രൂപയുണ്ടെങ്കിലും എനിക്ക് ഈ വാച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല, ഇത് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കില്ല. അങ്ങനെ വളരെ വലിയൊരു കുടുംബമാണ് നമ്മളുടെ ലോകത്തുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്. എനിക്ക് കുടുംബ സ്വത്തുക്കളായി കിട്ടിയ ഇഷ്ടംപോലെ വസ്തുവകളുണ്ട്, കെട്ടിടമുണ്ട്, കാറുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അത് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക ഭഗവത്ഗീതയുടെ ആപ്തവാക്യം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേദങ്ങളെല്ലാം പകർത്ത വേദവ്യാസ മഹാമുനി. എല്ലാ വേദങ്ങളെപ്പറ്റി ശാസ്ത്രീയമായി പഠിച്ച് വേദം വ്യസിച്ച മുനി മോദം വരാഞ്ഞ് നമ്മളൊരു വരി തന്നെ പാടാറുണ്ട്. എന്താ ഇത്രയും വേദങ്ങളൊക്കെ വ്യസിച്ച് അത് വിഭജിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭാഗവതത്തിനകത്ത് ചുരുക്കി എടുത്ത് അതിനകത്തുനിന്ന് ഭഗവത്ഗീത ഉണ്ടാക്കി 18 വേദങ്ങളും ഒക്കെ പകർത്ത ശേഷവും അദ്ദേഹത്തിന് വിഷമമാണ്. എന്താണ് താങ്കളുടെ വിഷമത്തിന് കാരണമെന്ന് വ്യാസനോട് ചോദിക്കുന്നുണ്ട്. വ്യാസൻ പറയുന്നുണ്ട്, എനിക്കൊരു സന്തോഷവും കിട്ടുന്നില്ല. ഇത്രയൊക്കെ ഞാൻ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്ക് വേണ്ടി ചെയ്തിട്ടെങ്കിലും എനിക്ക് സന്തോഷമില്ല. എന്താണ് സന്തോഷമില്ലായ്മയുടെ കാരണം എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനോട് വേറെ രീതിയിലാണ് ചോദിക്കുന്നത്. താങ്കൾ ഇത്രയും വേദങ്ങളും ഭാഗവതവും ഒക്കെ വ്യസിച്ച് താങ്കൾ ഇതിനൊന്ന് ചുരുക്കി പറയാമോ, ഇതിനെ വീണ്ടും ഒന്ന് ചുരുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, 2 വരിയേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. തേന യുക്തിയേന ഭുഞ്ചിതാമാകൃത കസ്യസ്യ ധനം. ത്യജിച്ചുകൊണ്ട് ഭുജിക്കുകയും മറ്റുള്ളവൻ്റെ ഒന്നും ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി. ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. ഈ വെട്ടിപ്പിടിക്കുന്ന സാമ്രാജ്യങ്ങളെല്ലാം എനിക്ക് മാത്രമുള്ളതല്ല. എനിക്കും എൻ്റെ കുടുംബത്തിലെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും എനിക്ക് എന്നോ ജനിക്കാൻ പോകുന്ന കൊച്ചുമക്കൾക്കുമാണ് ഞാൻ ഈ സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കുന്ന എൻ്റെ കൂട്ടൊരു വിഡ്ഢി ലോകത്തേയില്ല.
എനിക്ക് കിട്ടേണ്ട ഒരു പങ്ക് സമൂഹത്തിനുള്ളതാണ്. കാരണം ഞാൻ ഈ വെട്ടിപ്പിടിച്ച സാമ്രാജ്യമൊക്കെ ഉണ്ടാക്കിയത് ഈ എൻ്റെ സമൂഹത്തിൻ്റെ കൂടെ ഒരു പിന്തുണയും സഹായവും കൊണ്ടാണ് എന്ന് പഠിക്കണം. മറ്റുള്ളവൻ്റെ എനിക്ക് ആഗ്രഹിക്കേണ്ട കാര്യമില്ല, ദൈവം എനിക്കെല്ലാം തരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, തിരിച്ചു കൊടുക്കണം. ഒരു വൃക്ഷം എപ്രകാരമാണോ സമൂഹത്തെ സേവിക്കുന്നത്, ആ വൃക്ഷം എന്തെങ്കിലും പ്രതിഫലം, എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് കരുതിയാണോ ഒരു മാവ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാവ് നിൽക്കുന്നത്? എന്തൊക്കെ പ്രവൃത്തിയാണ് അത് ചെയ്യുന്നത്? വെയിൽ കൂടി വരുന്ന സമയത്ത് അതിൻ്റെ താഴെ പോയി നിൽക്കാൻ ഒരു തണലതൊരുക്കി തരുന്നു. വിശക്കുമ്പോൾ അതിൽ നിന്ന് വീഴുന്ന ഒരു മാങ്ങ കഴിച്ച് നമ്മളുടെ വിശപ്പ് മാറ്റാൻ നമുക്ക് അവസരമുണ്ടാക്കി തരുന്നു. നമുക്ക് വേണ്ട ഓക്സിജൻ അത് തരുന്നു. നിസ്സാരമാണോ? നമ്മൾ എത്ര നിസ്സാരമായിട്ടായിരിക്കും ഒരു മാവിനെ കാണുന്നത്. അവസാനം എന്നെ ചിതയിലേക്ക് എടുക്കുമ്പോഴും എന്നെ അടക്കണമെന്നുണ്ടെങ്കിൽ, എന്നെ ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിലും അതുതന്നെ വേണം. ആ മാവിൻ്റെ വിറക് തന്നെ വേണം. ആ മാവ് ചെയ്യുന്ന സേവനത്തിൻ്റെ 100-ൽ 1 കാര്യമെങ്കിലും നമ്മൾ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് വെട്ടിപ്പിടിക്കണം. അതിനുപരിയായിട്ട് യാതൊരു കാഴ്ചപ്പാടുമില്ല. എത്രയോ സമയം മാറ്റിവെക്കുന്നു നമ്മളൊക്കെ തന്നെ. പക്ഷെ പൊതുസമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ചോദിക്കുമ്പോൾ മഹാഭൂരിപക്ഷത്തിൻ്റെയും ഉത്തരം വളരെ വലിയൊരു വട്ടപൂജ്യം തന്നെ ആയിരിക്കും. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനേ സാധിക്കത്തില്ല. പ്രസംഗം കേൾക്കുന്നു, ഇപ്പോൾ ഈ ചെവി കൂടെ കേട്ട് അക്കേ ചെവി കൂടെ പോകുന്നു. ഇപ്പോൾ പറയുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നലിലേക്ക് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഇതിനെയൊക്കെ എങ്ങനെ നേരിടും? അതാണ് നമ്മളുടെ ഉദാത്തമായ സങ്കല്പം. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വിനോദ്ജി സൂചിപ്പിക്കുകയുണ്ടായി, ഭാരതം എല്ലാത്തിനും ഉത്തരം നൽകിയിട്ടുണ്ട്. ബാക്കി സെമറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിലബസ് എന്ന് പറയുന്നത് അവരുടെ ആധ്യാത്മിക ആചാരൻ അല്ലെങ്കിൽ ആ മതം ഉണ്ടാക്കിയ വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ ഉണ്ടാക്കി വെച്ച ആ ഒരു ഗ്രന്ഥം മാത്രമാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ബൈബിളും, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുറാനും, അതിനുപരിയായിട്ട് അവർക്കൊരു സിലബസ് ഇല്ല. പക്ഷെ നമുക്കതല്ല. എന്തുമാത്രം സിലബസുകളുണ്ട്. ഏത് കാര്യത്തിനെ സംബന്ധിച്ച് നോക്കിയാലും ഭാരതത്തിൻ്റെ ദർശനമുണ്ട്, ഭാരതത്തിൻ്റെ ഉത്തരവുമുണ്ട്. ഏത് കാര്യം എടുത്തു നോക്കിയാലും വൈമാനിക ശാസ്ത്രത്തിനെ പറ്റി ഉള്ളതുപോലെ തന്നെ ചാണകത്തിനെ പറ്റി നമുക്കുണ്ട്. അണുവിദ്യകളെ പറ്റി നമ്മുടെ ശാസ്ത്രീയമായ ഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെ മിടുക്കരായിട്ടുള്ള ആയുർവേദ ഡോക്ടർമാരിരിപ്പുണ്ട്, നാഡീ രംഗത്തൊക്കെ വൈദഗ്ധ്യം തെളിയിച്ചവരുണ്ട്. അവർ നമ്മളെക്കാൾ എത്രയോ ഉദാത്തമായ ആ മേഖലകളെ പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. എല്ലാത്തിനും ആൻസർ കിട്ടുന്ന ഒരു ജീവിതക്രമവും ഒരു ജീവിത രീതിയും ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സനാതന സംസ്കാരം. ആ സനാതന സംസ്കാരത്തിലെ കാച്ചി കുറുക്കിയെടുക്കുന്ന ഒന്നിന് പറയുന്ന പേരാണ് സേവനം. സാധുക്കളെ സഹായിക്കുക. ഒരു സമൂഹത്തിലെ ആശ്വാസം വേണ്ട ഒരു വരിയിലെ ഏറ്റവും അവസാനം നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ കാണാതെ മറന്നുകൊണ്ട് ആ വ്യക്തിയുടെ വാക്കുകൾ കേൾക്കാനോ ആ വ്യക്തിയുടെ പ്രയാസങ്ങളിലെ ഏതെങ്കിലും ഒരു സഹായം നൽകാതെ നമ്മൾ കടന്നു വന്ന് ഈ അയ്യപ്പ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഒരു ഗുണവും ഉണ്ടാകില്ല, ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ഇങ്ങോട്ട് വരുന്ന വഴി ഒരു വാഹനം ഇടിച്ചൊരാൾ റോഡിൽ കിടക്കുന്നു, തിരിഞ്ഞു നോക്കാൻ ആളില്ല. അദ്ദേഹത്തിനെ കാണാതെ നമ്മൾ ഇവിടോട്ട് വന്ന് അദ്ദേഹത്തിനെ അവിടെ ആരെങ്കിലും പുറകെ വരുന്നവർ ആശുപത്രിയിലേക്ക്, വൈക്കം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്ന് ചിന്തിച്ച് വന്നിട്ട് ഇവിടെ വന്ന് എൻ്റെ മക്കൾക്കൊരു അപകടം ഉണ്ടാകരുതേ അയ്യപ്പ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ ആ അയ്യപ്പൻ നമ്മളുടെ വാക്ക് കേൾക്കുമോ ഇല്ലയോ? ഒരിക്കലും കേൾക്കില്ല. അതല്ല ഭക്തി. അതിനെ നമുക്ക് ഒരിക്കലും ഭക്തി എന്ന് പറയാനൊക്കത്തില്ല. നമ്മളുടെ പോക്കറ്റിൽ കൊണ്ട് ഇരിക്കുന്ന ഒരു 500 രൂപ നോട്ട് എടുത്ത് അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ സുന്ദരമായിട്ടുള്ള പ്രാർത്ഥനയാണ് ആ വീണ് കിടക്കുന്ന ആ ആളിനെ വൈക്കത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒന്ന് കൈ പിടിച്ചുയർത്തി വന്ന ഒരു ഓട്ടോയെ കൈ കാണിച്ച് നിർത്തി അതിനകത്തേക്ക് കയറ്റി ആ ആശുപത്രിയിൽ കൊണ്ടൊന്ന് ഇറക്കുകയെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് 500 രൂപയുടെ പ്രാർത്ഥന നടത്തേണ്ട യാതൊരു കാര്യവുമില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള നരപൂജ, ഈശ്വര പൂജ. അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ഒരു സമൂഹത്തിലെ ആൾക്കാരുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഹൈന്ദവ സമൂഹം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് പരിഹാരമായിട്ടാണ് ഇവിടെ ധാരാളം പദ്ധതികളാണ്. ഡ്രസ് ബാങ്ക് നമ്മൾ നോക്കുക. പണ്ടൊക്കെ ഓരോ വിശേഷം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഓണത്തിനോ വിഷുവിനോ ഒക്കെ മാത്രമാണ് ഒരു ഡ്രസ്സ് വാങ്ങുന്നത്. ഇന്ന് എല്ലാ കല്യാണങ്ങൾക്കും ഒരു ഡ്രസ്സ്, ഒരു യാത്ര പോകണമെങ്കിൽ ഒരു ജോഡി ഡ്രസ്സ്. ഇങ്ങനെ വീടുകളിലെ അലമാരകളിലെ ഡ്രസ്സ് വീണ് താഴോട്ടെങ്ങാനും അബദ്ധത്തിന് മറിഞ്ഞാൽ അതിൽപ്പെട്ട് മരിച്ചു പോകത്തക്ക രീതിയിലാണ് ഓരോ വീട്ടിലെ അലമാരയിലും ഡ്രസ്സുകൾ. എൻ്റെ വീട്ടിൽ ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, തമാശയായിട്ട് എടുക്കണ്ട. ആ അവസ്ഥയാണ് എല്ലാ വീടുകളിലും.
ഡ്രസ്സുകൾ ഇങ്ങനെ അലമാരിക്കകത്തിരിക്കുകയാണ്. ഒന്നും മറിഞ്ഞു വീണാൽ നമ്മുടെ മണ്ടക്കോട്ടങ്ങനെ വീണ് പോയാൽ നമ്മുടെ കാര്യം കഷ്ടമാണ്. അത്രമാത്രം ഡ്രസ്സുകളാണ് ഇരിക്കുന്നത്. പക്ഷേ ഡ്രസ്സുകളില്ലാത്ത, കൃത്യമായ രീതിയിലുള്ള ഡ്രസ്സുകളില്ലാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെയാണ് മെഡിസിൻ ബാങ്ക്. നമ്മളൊരു ഡോക്ടറെ അടുത്തോട്ട് ചെല്ലുകയാണ്. ഡോക്ടർ ഇപ്പോഴത്തെ ഒരു ഡോക്ടറും ഒരു റിസ്കിനും തയ്യാറല്ല. ചെന്ന് കഴിയുമ്പോൾ നിരവധിയായ മരുന്നുകൾ എഴുതി തരികയാണ്. പ്രത്യേകിച്ച് അലോപ്പതി രംഗത്ത് നമുക്കറിയാം, ചെന്ന് കഴിയുമ്പോൾ നിരവധി മരുന്നുകളുടെ ഇതുപോലൊരു ലിസ്റ്റ് എഴുതി ഇങ്ങ് തരികയാണ്. ഇത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കാണിക്കുകയാണ്. നമ്മൾ പറയുന്നത് എന്താ? കേരളത്തിൽ വലിയ വികസനമാണ്. എന്താ വികസനത്തിൻ്റെ മാനദണ്ഡം? 100 കണക്കിന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരുന്നു, 1000 കണക്കിന് മെഡിക്കൽ സ്റ്റോറുകൾ വരുന്നു. ഇതാണ് വികസനത്തിൻ്റെ മാനദണ്ഡം. പക്ഷേ സ്വാഗതപ്രസംഗത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു മരുന്ന് മേടിക്കുന്നു, ഡോക്ടർ എഴുതി തരുന്നു, 30 എണ്ണം 30 ദിവസത്തേക്ക് മേടിച്ച് കഴിയുന്നു. ഒരു ആൻറ്റിബയോട്ടിക്കാണ്, ഒരു ഡോസായിട്ട് കഴിക്കേണ്ടതാണ്. പക്ഷേ 5 ദിവസം കഴിയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ആശ്വാസം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ മരുന്നെടുത്ത് കളയുകയാണ്. അതിന് പരിഹാരമായിട്ട് ഈ മെഡിസിൻ ബാങ്ക് എന്ന് പറയുന്ന ഉദാത്തമായിട്ടുള്ളൊരാശയം നിസ്സാരമായിട്ട് നമുക്ക് അതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ആധ്യാത്മിക ലൈബ്രറി എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയോ വ്യത്യസ്തമായ കാര്യങ്ങളെ പറ്റിയുള്ള എന്തുമാത്രം ഗ്രന്ഥങ്ങളാണ് ഭാരതം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 1000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഗ്വേദത്തിൽ തുടങ്ങി ഇന്നിറങ്ങുന്ന ഏറ്റവും അവസാനത്തെ ഗ്രന്ഥം വരെയുള്ള ഉദാത്തമായ സർവകലാശാലകൾ, ലൈബ്രറികൾ ഭാരതത്തിലുണ്ടായിരുന്നു. നളന്ദയും തക്ഷശിലയും ഒക്കെ തന്നെ അതിനെയൊക്കെ കത്തിച്ചു. നളന്ദയും തക്ഷശിലയും കത്തിയതിനെപ്പറ്റി എഴുതി വെച്ചിട്ടുള്ള ലേഖനങ്ങളിൽ ആ കത്തിത്തീരാൻ തന്നെ മാസങ്ങളെടുത്തെന്നാണ് പറഞ്ഞത്. വൈദേശിക ആക്രമണകാരികൾ ആ ഗ്രന്ഥപ്പുരകളെ കത്തിച്ചപ്പോൾ 1 ദിവസം കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല ആ ഗ്രന്ഥങ്ങൾ കത്തിത്തീർന്നത്. മാസങ്ങളെടുത്തു കത്തിത്തീരാൻ. അത്രമാത്രം എത്രയോ വലിയ ഗ്രന്ഥശേഖരമാണ് ഭാരതത്തിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് സമയമില്ല വായിക്കാൻ. വായനയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. ഒരു പരിധി വരെ ശരിയാണെങ്കിലും ഒരു പരിധി തെറ്റും തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നൊരു സംസ്ഥാനമാണ്. പക്ഷേ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, പൗരാണിക ഗ്രന്ഥങ്ങളുടെ വിൽപ്പനയെ സംബന്ധിച്ച് വളരെ കുറവുമാണ്. അതിന് പരിഹാരം എന്ന രീതിയിൽ ഇവിടെ ഉയരാൻ പോകുന്ന ഈ ആധ്യാത്മികമായ ലൈബ്രറി നമ്മൾ നോക്കൂ. നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്തൊരു തലമുറയാണ് ഈ ഇരിക്കുന്ന നമ്മളൊക്കെ തന്നെ. എത്രയോ ഭാഗ്യം അല്ലേ? ധാരാളം ഭാഗ്യങ്ങൾ നമുക്കുണ്ട്. 100 കണക്കിന് വർഷത്തെ സമര പോരാട്ടങ്ങൾക്കൊടുവിൽ അയോധ്യ എന്ന് പറയുന്നൊരു ക്ഷേത്രം പിടിച്ചെടുത്ത് അവിടെ രാംലല്ലയെ പ്രതിഷ്ഠിക്കുന്ന കാഴ്ച കാണാൻ മഹാഭാഗ്യം ലഭിച്ച നമ്മൾ. എത്രയോ പേര് മരിച്ചുപോയി ഇല്ലേ? അതിന് നേതൃത്വം കൊടുത്ത അശോക് സിംഗാൾജിക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചില്ല. അതിനുവേണ്ടി ധീര രക്തസാക്ഷികളായ കോത്താരി സഹോദരന്മാർക്ക് ഭാഗ്യം ലഭിച്ചില്ല. പക്ഷെ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അവിടെ പോയി കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ കാഴ്ച കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. 144 വർഷങ്ങൾ കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അതിൽ പങ്കെടുക്കാൻ, അവിടെ പോയി സ്നാനം ചെയ്യാൻ, അതിൻ്റെ വാർത്തകൾ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ഭാരതത്തിൻ്റെ ദേശീയ ബോധം ഉയർത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ യശസ് ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്താൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഗവൺമെൻറ്, നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ തന്നെ. ഏറ്റവും അവസാനമായി ജയറാംജി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സഹകരണം കൊണ്ടും അവരുടെയൊക്കെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ കൊണ്ടും നമ്മുടെ ഡോക്ടർ ദമ്പതികളുടെ മാഘമഹോത്സവത്തിൻ്റെ തീം സോങ്ങിൻ്റെ രചനയൊക്കെ കൊണ്ടും നമ്മുടെ മനസ്സിൽ പോലും എന്നും പതിഞ്ഞു കിടക്കുന്ന മഹാമാഘമേള നടന്നു കഴിഞ്ഞിരിക്കുകയാണ് നാവാമുകുന്ദ ക്ഷേത്ര സന്നിധിയിൽ. അത് കാണാനും ഭാഗ്യം ലഭിച്ചു. ഇങ്ങനെ എത്രയോ ഭാഗ്യങ്ങൾ ലഭിച്ച നമ്മൾ വേറെ ആർക്ക് കിട്ടി? ഈ ലോകത്ത് ഈ ജീവിച്ചിരിക്കുന്ന നമുക്ക് മാത്രമാണ് ഇത്രയും മഹാഭാഗ്യങ്ങൾ ലഭിച്ചത്. പക്ഷേ ആ മഹാഭാഗ്യങ്ങൾ ലഭിച്ചപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിലെ ഹിന്ദുവിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഓരോ ദിവസവും നമ്മൾ കഴിഞ്ഞ ഒരു 6-7 മാസക്കാലത്തിലെ കേരളത്തിലെ സാഹചര്യങ്ങളൊന്ന് വിലയിരുത്തുമ്പോൾ, ഇത് രാഷ്ട്രീയ പ്രസംഗമായിട്ടൊന്നും എടുക്കരുത്. ഇത് ക്ഷേത്രമായതുകൊണ്ടും വിശ്വ ഹിന്ദു പക്ഷത്തിൻ്റെ സന്നിധി ആയതുകൊണ്ടും അത് പറയാനുള്ള ഒരു ബാധ്യത ഉള്ളതുകൊണ്ടും പറയുന്നത് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ കഴിഞ്ഞ ജൂൺ മാസം തൊട്ട് നാളിതുവരെ ഇന്നലെ വരെയുള്ള ദിവസങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ എന്തായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ? കേരളത്തിൻ്റെ വികസനം എങ്ങും ചർച്ച ചെയ്തില്ല. കേരളത്തിലെ യുവത്വം അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതിനെ പറ്റി പറഞ്ഞില്ല. കേരളത്തിലെ ജനസംഖ്യ കുറയുന്നതിനെ പറ്റി പറഞ്ഞില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി എങ്ങും ചർച്ച ചെയ്തില്ല. കഴിഞ്ഞ വർഷം ജൂൺ മാസം 1-ാം തീയതി കേരളത്തിലെ വിദ്യാലയങ്ങൾ തുറന്ന സമയത്ത് മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ ഉദാത്ത ആശയത്തിൻ്റെ പ്രയോക്താക്കളായ നമ്മളുടെ ചില വിദ്യാലയങ്ങളിൽ ഗുരുക്കന്മാരുടെ പാദപൂജ നടത്തി. എത്രയോ നിസ്സാരമായൊരു ചടങ്ങ്.
പാദപൂജ നടത്തിയപ്പോൾ അതെന്തോ മോശം പ്രവണതയാണ്, അത് തെറ്റാണ്, അതൊക്കെ നടത്തിയത് വളരെ പ്രാകൃത യുഗത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരായിട്ട് ശബ്ദമുയർത്തുകയും അത് നടത്തിയ വിദ്യാലയങ്ങളിലേക്ക് മാർച്ച് നടത്തുകയും ആ വിദ്യാലയങ്ങളെ നശിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകളും അന്തിച്ചർച്ചകളും നടന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആരാധനായിട്ടുള്ള കേരളത്തിലെ ഗവർണർ രാജേന്ദ്ര ആലേക്കർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഭാരതാംബയുടെ ഒരു ചിത്രത്തിൽ ഫോട്ടോ വെച്ചൊന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതായിരുന്നു ചർച്ചാ വിഷയം കുറേയേറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഓണമായപ്പോഴേക്കും മുതുവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ ഈ ഭാരതം നേടിയ അവിശ്വസനീയമായിട്ടുള്ള സാമ്യമില്ലാത്ത രീതിയിൽ നമ്മൾ നേടി പാകിസ്ഥാൻ വിജയിച്ചിട്ടുള്ള ആ യുദ്ധ വിജയമുണ്ടല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ, അതിനെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ സനാതനധർമ്മ വിശ്വാസികളുടെ അത്തപ്പൂക്കളം തീർത്തു. അത് തെറ്റാണ്. അതെന്തിനു ചെയ്തു? ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ശബരിമലയിലെ കൊള്ള, ഭഗവാന്റെ ഏറ്റവും വലിയ സ്വത്തുക്കൾ അടിച്ചു കൊണ്ടുപോകാൻ രാഷ്ട്രീയക്കാർ ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്തിയ മോഷണം, ദിവസങ്ങൾ കഴിഞ്ഞു, ജനുവരി മാസമായി, ഒരു ലോട്ടറി ടിക്കറ്റ് അച്ചടിച്ച് വിട്ടു. കേരളത്തിലെ സർക്കാരിനെ നിലനിർത്തുന്ന ലോട്ടറിയാണ്. ആ ലോട്ടറി ടിക്കറ്റിൽ ഭാരതത്തിൻ്റെ സംസ്കാരത്തിനെയും ഹൈന്ദവ സനാതന ധർമ്മത്തെയും അവഹേളിച്ചുകൊണ്ടും മോശമാക്കിക്കൊണ്ടും ചിത്രീകരിച്ച ലോട്ടറി ടിക്കറ്റ്. ഓരോ ദിവസവും വാർത്തകൾ വരികയാണ്. ഇതിനെതിരെ ആര് പ്രതികരിക്കുന്നു? ഈ മഹാമാഘമേള നടന്നു. ജയറാംജി ധാരാളം ചിത്രങ്ങൾ എടുത്തു. ദിവസവും 1, 2, 3 ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ജന്മഭൂമി പത്രത്തിൽ വന്നു. ഏതെങ്കിലും ഒരു ചിത്രത്തിൽ ഈ കേരളം ഭരിക്കുന്ന മുന്നണിയുടെയോ പ്രതിപക്ഷ മുന്നണിയുടെയോ ഒരു നേതാവിൻ്റെയെങ്കിലും പടത്തിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ഭാഗ്യം ജയറാംജിക്ക് ലഭിച്ചില്ല. കാരണം എന്തേ? അവിടേക്ക് പോയില്ല, ആരും പോയില്ല. അത് നടത്തുന്നത് സനാതന സംസ്കാരത്തിൻ്റെ ഭാഗഭാക്കുകളായ ആൾക്കാരായതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചാപ്പ കുത്തുമോ എന്ന് പേടിച്ചുകൊണ്ട് പോകാൻ ധൈര്യമില്ലാത്ത, തൻ്റെ ഇടമില്ലാത്ത ആണും പെണ്ണും കെട്ട വർഗമാണ് കേരളത്തിലെ ഇടതു മുന്നണിയും വലതു മുന്നണിയും എന്ന് കൃത്യമായ സന്ദേശം നൽകി. ഒരൊറ്റയാൾ പങ്കെടുത്തില്ല. അതേ സാഹചര്യത്തിൽ കേരളത്തിലെ ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ, കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ, ഞാനതിനെ വർഗീയമായിട്ടല്ല കാണുന്നത്, കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വലിയൊരു യാത്ര നടന്നു. ആ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ, പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിച്ചപ്പോൾ ഇതേപോലെ കാന്തപുരം നടുക്കിരിക്കുന്നു. ഇടതുവശത്ത് ഇടതു മുന്നണി നേതാവായിട്ടുള്ള പിണറായി വിജയനും വലതുവശത്ത് വലതു മുന്നണി നേതാവായിട്ടുള്ള VD സതീശനും ഇരിക്കുന്ന ചിത്രവും നമ്മൾ കണ്ടു. ഹിന്ദുവിൻ്റെ പരിപാടിക്ക് വരാൻ ഇവർക്ക് മനസ്സില്ല. അതിനെ എങ്ങനെയും തടയാൻ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. പാലം മണി വേണ്ട, ആ നദിയുടെ തീരം വൃത്തിയാക്കലിൽ JCB ഉപയോഗിച്ചുകൊണ്ട് തിട്ടൂരമിറക്കാനുള്ള ധൈര്യം പോലും ഈ ശക്തികൾക്കുണ്ടായി. ഇങ്ങനെ കേരളത്തിലെ ഹിന്ദു എന്നും 2ാം കെട്ടിലെ മക്കളുടെ കൂട്ട് നിൽക്കണമെന്നുള്ള ചില അജണ്ടകൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഹിന്ദു എന്ത് പറഞ്ഞാലും അതൊക്കെ വർഗീയത, ഹിന്ദുവിൻ്റെ ഏത് പരിപാടിയിൽ പോയാലും വർഗീയത, ചന്ദനം തൊടുന്നത് വർഗീയത, നിലവിളക്ക് കത്തിക്കുന്നത് വർഗീയത, ഭാരതാംബയുടെ ചിത്രം വെച്ചാൽ വർഗീയത, സീമന്തരേഖയിൽ സിന്ദൂരക്കുറി ചാർത്തിയാൽ വർഗീയത, കയ്യിൽ കറുപ്പ് ചരട് കെട്ടിയാൽ വർഗീയത. ഇതൊക്കെ ഹിന്ദുക്കൾക്ക് മാത്രമുള്ള പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ എതിരെ സമാജം ഉണർന്നെണീക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ ഉറങ്ങുകയാണ്, ഉറക്കം നടിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഉറക്കം നടിക്കുകയാണ്. രണ്ടുമാണ് ഹിന്ദുക്കൾ. ഉറങ്ങുന്നൊരു വിഭാഗമുണ്ട്, ഉറക്കം നടിക്കുന്നൊരു വിഭാഗമുണ്ട്. അതിനൊരു മാറ്റമുണ്ടാകണം, ഉണർന്നെണീക്കണം. ഭാരതത്തിലെയും കേരളത്തിലെയും ഹൈന്ദവ സംസ്കാരം ഉണർന്നെണീൽക്കുന്ന ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ മഹാകുംഭമേള കണ്ടു. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങൾ തടിച്ചുകൂടുന്ന നന്ദഗോവിന്ദം ഭജൻസ് പോലുള്ള ഭജനാ സംഘങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ കാണുന്നുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പ് പോസിറ്റീവായി മാറുന്ന ഒരു കാലഘട്ടം ഈ കേരളത്തിൽ. ഇനിയും ഹിന്ദുത്വ ബോധം, സാംസ്കാരിക ബോധം നശിച്ചിട്ടില്ല. ദിനം പ്രതി ആ സംസ്കാരം ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഈ കേരളത്തിലും, ഈ കൊച്ചു കേരളത്തിലും ഈ സംസ്കാരം നിലനിർത്താനുള്ള ഒരു ത്യാഗബുദ്ധി കാണിക്കാനുള്ള ഒരു സമൂഹമായി നമ്മളും നമ്മളുടെ അടുത്ത തലമുറയും മാറണമെന്നുള്ളതാണ് ഈ കാഴ്ചകൾ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പാഠം. ഈ ഇരിക്കുന്നവരെ തന്നെ നോക്കുക. ഈ ഇരിക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നൊരു 30 വയസ്സിന് താഴെ ഉള്ളതിനെ പറയാൻ സാധിക്കുന്നേ. പക്ഷേ നമ്മളുടെ യുവത്വത്തിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. നമ്മളുടെ പെൺമക്കൾ, ആൺമക്കൾ അവരെ ഏത് ജോലിയും ചെയ്തു കൊള്ളട്ടെ. പക്ഷേ കുറച്ച് കാര്യം ഇതിനു വേണ്ടി കൂടെ ചെയ്യാൻ അവരെ കൂടെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഓ പോകണ്ടടാ, നീ നിൻ്റെ പണി നോക്കി കിടന്നുറങ്ങ് എന്ന് പറയുകയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ രാവിലെയൊക്കെ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാവിലെ ഇപ്പോൾ എയർപോർട്ടിൽ നമ്മൾ വെളുപ്പിന് ഒരാളെ വിളിക്കാൻ പോവാണ്. നോക്കൂ, ആ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അതിരാവിലെ റോഡിൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. എന്താ കാഴ്ച? കൊച്ചുകുട്ടികൾ
ഒരു പ്രത്യേക വിഭാഗത്തിലെ കൊച്ചുകുട്ടികൾ രാവിലെ അവരുടെ മതപാഠശാലയിൽ പോകുന്ന കാഴ്ച നമ്മൾ കാണും, ഇല്ലേ? ഏത് പ്രായവാ? മുട്ടയെന്ന് വിരിഞ്ഞ കുട്ടികൾ തൊട്ട് ഒരു 10ാം ക്ലാസ് വരെയുള്ള സർവ്വ ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ മതപഠനത്തിന് വേണ്ടി പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ വീട്ടിലെ കുട്ടിയോ, ഇന്ന് ഞായറാഴ്ചയല്ലേ, മോൻ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങിക്കോളൂ, അല്ലേ? അവൾ ഇത്രയും ദിവസം പഠിച്ചതല്ലേ, അവളൊരു 10 മണിക്ക് എണീറ്റാൽ മതി. ഈ രീതിയിലാണ് നമ്മൾ വളർത്തുന്നത്. രാവിലെ എണീക്കാത്ത ഒരൊറ്റ കുട്ടിയും ജീവിതത്തിൽ വിജയിക്കത്തില്ല. വെളുപ്പിനെ എണീക്കാത്ത ഒരൊറ്റ കുട്ടിയും ജീവിതത്തിൽ വിജയിച്ച ചരിത്രവുമില്ല. പക്ഷേ ആ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ആ വിഭാഗം സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് പോകുന്നതിൻ്റെ കാരണം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ഇതാണ് എന്ന് വളരെ കൃത്യമാണ്. ഊർജ്ജസ്വലമായ രീതിയിൽ അവരുടെ പ്രവൃത്തികൾ, ചിന്തകൾ, പ്രക്രിയകൾ നടക്കുന്നത് കൊണ്ട് അതിനവരെ കാരണഭൂതരാക്കിയത് ഈ ചെറുപ്പകാലത്തുള്ള മതബോധന പഠനവും ഈ വെളുപ്പിനെയുള്ള എണീക്കലും തന്നെയാണെന്നുള്ളത് കൃത്യമാണ്. അത്തരത്തിലുള്ള ഒരു തലമുറ നമുക്ക് വേണം. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഈ തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളൊക്കെ ആരിലേക്ക് കൈമാറും? ഇപ്പോൾ ദേത്ര ബാങ്ക് വിനോദ്ജി, മോഹൻ ചേട്ടനും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അജി സാറും ഒക്കെ കൂടെ ഇത് തുടങ്ങി വെച്ചു, നല്ല രീതിയിൽ പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ മനുഷ്യരാണ്, ഇവർക്ക് ശാരീരികമായ അവശതകൾ ഉണ്ടാകും. ഇപ്പം തന്നെ ഒരു ക്ഷേത്രസമിതിയുടെ വിശ്വഹിന്ദു പക്ഷത്തിൽ ഒരു ക്ഷേത്രസമിതിയുടെ ഒരു പ്രധാനപ്പെട്ട ചേട്ടൻ എന്നെ വന്ന് കണ്ടു പറഞ്ഞു, എന്താ, എനിക്ക് പ്രായമായി വേറൊരാളെ ഒന്ന് കണ്ടെത്തി തരണം. ഇവിടെ ഇരിപ്പുണ്ടോ ചേട്ടൻ? വേറൊരാളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് ആളിനെ കിട്ടുന്നില്ല. ഒരു ക്ഷേത്ര വിശ്വഹിന്ദു പക്ഷത്തിൻ്റെ കോട്ടയം ജില്ലയിലെ ക്ഷേത്രത്തിലെ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ആ അവസ്ഥയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ എന്തായി മാറും? അതുകൊണ്ട് നമ്മളുടെ ആൾക്കാരെ ഇതിൻ്റെ അടുത്ത പതാകവാഹകരായി ദീപശിഖ ഏന്താനുള്ള ആൾക്കാരെ തയ്യാറാക്കി നിർത്തിയില്ലെങ്കിൽ റിലേ ഓട്ടമാണ്. ഇത് 100 മീറ്റർ ഓട്ടമല്ല, ഇത് റിലേ ഓട്ടമാണ്. ഒരാളിൽ നിന്ന് ബാറ്റൺ ഏറ്റുവാങ്ങിക്കൊണ്ട് അടുത്ത ആൾ പോകണം, അടുത്ത ആൾ അപ്പുറത്തേന് പുറകെ ഓടിച്ചെന്ന് ആ ബാറ്റൺ ഏറ്റുവാങ്ങണം. ഇങ്ങനെ നിരന്തരമായി ബാറ്റൺ കൈമാറിക്കൊണ്ട് പോയില്ലെങ്കിൽ ഈ ക്ഷേത്രം ഉൾപ്പെടെ നമ്മളുടെ സംസ്കാരം മൊത്തം അതപ്പതിക്കും. അതിനുവേണ്ടിയുള്ള ഒരാർജവും ശേഷിയും ശേമുഷിയുമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതും ഇത്തരത്തിലുള്ള പദ്ധതികൾ കൂടി. കാരണം ഇത് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന പരിപാടികളാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ. അതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണവും പുതുതലമുറയെ ആകർഷിക്കത്തക്ക രീതിയിൽ ചെയ്യണം. അടുത്തത്, ഇവിടെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നൊരു ചടങ്ങാണ് ജയറാംജി. എല്ലാ ദിവസവും ജന്മഭൂമി പത്രത്തിൽ ഫോട്ടോയിൽ പേരിൻ്റെ ആ ഫോട്ടോയുടെ അടിയിൽ കാണും. എനിക്ക് അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിത്രമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എന്നാണെന്ന് ഓർക്കുന്നില്ല, ഞാൻ ഇപ്പോഴും ആ ചിത്രം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ആ ഒരു പെരുമ്പളത്ത് നിന്ന് പൂത്തോട്ടയിലേക്കൊരു യാത്ര. പെരുമ്പളത്ത് നിന്ന് പൂത്തോട്ടയിലേക്ക് ഒരു വള്ളത്തിൽ ആൾക്കാർ വരുമ്പോൾ 2 വശത്തേക്കും ഓളങ്ങൾ ഇങ്ങനെ പോകുന്ന ഒരു മനോഹരമായ ചിത്രം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെതായ ജന്മഭൂമി പത്രത്തിൽ അച്ചടിച്ചു. എല്ലാ ദിവസവും മനോഹരമായ ചിത്രങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ആ വള്ളം ഇങ്ങനെ വരുന്നതും ആ ഓളം അങ്ങനെ മാറുന്നതും അതിൻ്റെ മുമ്പിൽ ഒരു കാവ്യ വേഷധാരിയായ ഒരാളുടെ ചിത്രമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വള്ളത്തിൻ്റെ മുമ്പിലിരിക്കുന്നത് ആ ചിത്രം മനസ്സിലേക്ക് വരികയാണ്. ജന്മഭൂമി പത്രം കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെയും തനതായിട്ടുള്ള ദേശീയതയെ സാംസ്കാരിക ബോധം ഉയർത്തിപ്പിടിക്കാനുള്ളൊരു പത്രം നമുക്കത് മാത്രമേ ഉള്ളൂ. ആ പത്രത്തിൽ വലിയ ശമ്പളമൊന്നുമല്ല, നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ തന്നെ, എന്നാലും തങ്ങളുടെ ജീവിത നിയോഗമാണ് എന്ന് കരുതിക്കൊണ്ട് അത്തരത്തിലുള്ള ആ പ്രസ്ഥാനത്തിൽ 32 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ശ്രീ ജയറാംജിയുടെ കൂട്ടുള്ള ആൾക്കാർ ഇനിയും, അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. എനിക്ക് തോന്നുന്നു ഒരാളെ ആദരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം, ആദരവ് ഏറ്റുവാങ്ങുന്നവർക്ക് കിട്ടുന്ന എപ്പോഴാണെന്നറിയാവോ? ഇന്ത്യൻ രാഷ്ട്രപതി ഇദ്ദേഹത്തിനെ സ്വീകരിച്ചാൽ പോലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം കിട്ടുന്ന സ്വന്തം ജനിച്ചു വളർന്ന സ്ഥലത്ത്, സ്വന്തം ജന്മസ്ഥലത്ത് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നൊരു പ്രയോഗമുണ്ട്. അതേ അവസ്ഥയാണ്. എല്ലാ മുറ്റത്തെ മുല്ലകൾക്കും മണമുണ്ട്. ആ മണം നമ്മൾ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം ജയറാംജിക്ക് കിട്ടുന്ന ഒരു ദിവസമാണ് ഈ ഫെബ്രുവരി മാസം 2 അദ്ദേഹത്തിൻ്റെ ജന്മദിനമെന്ന് തോന്നുന്നു. ഈ ഫെബ്രുവരി മാസം 5-ാം തീയതി ആയപ്പോഴേക്ക് അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം ഈ ഗ്രാമത്തിൽ നിന്ന് കിട്ടി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പ്രത്യേക അഭിനന്ദനാർഹമാണ്. അടുത്തതായിട്ട് ഡോക്ടർ ദമ്പതിമാരെ പറ്റി പറഞ്ഞു. ഡോക്ടർ വിഷ്ണു മോഹന്, ഡോക്ടർ കൃഷ്ണപ്രിയ. ഞാനും അവരുടെ ചെറിയ കുറച്ച് സംഭവങ്ങളുടെയൊക്കെ വീഡിയോസൊക്കെ കണ്ടിരുന്നു. നമ്മുടെ ഭാരതം ലോകത്തിന് ഉദാത്തമായി സംഭാവന ചെയ്ത ഒന്ന് തന്നെയാണ് ആയുർവേദം, അതുപോലെ തന്നെ ഈ നാഡീശാസ്ത്രം, നാഡീ വൈദ്യന്മാർ എന്ന് പറയുന്ന രീതിയിൽ. പുതിയ തലമുറയൊക്കെ തന്നെ ഈ ആയുർവേദ മേഖലകളിലേക്കും ഇത്തരത്തിലുള്ള മേഖലകളിലേക്കും തിരിയുന്നു. ഇന്ന് ഇംഗ്ലീഷ് മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരതീയമായ രീതിയിലുള്ള ആയുഷ് എന്ന് പറയുന്ന സംവിധാനത്തിൽ കൂടി ആ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകൾ വളരെ കൃത്യമായ രീതിയിൽ എല്ലാവരിലേക്കും എത്തിച്ചേരുന്നതിന് അത് ഒരു കാര്യമുണ്ട്, ഈ പബ്ലിസിറ്റി ഒരു ഘടകം തന്നെയാണിത്. വലിയ വലിയ ഹോർഡിങ്ങുകളാണ് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടു,
നിങ്ങളെ ഹൃദയം പരിമല ഹൃദയത്തിനെ ഹൃദയം പരിമല മാടി വിളിക്കുന്നു. പരിമല ഹോസ്പിറ്റലിൻ്റെ പരസ്യമാണ്. വലിയ ഹോർഡിങ്ങാണ് വെച്ചിരിക്കുന്നത്. മാടി വിളിക്കുന്നു, ഹൃദയം മാടി വിളിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരസ്യമാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉള്ള അവസ്ഥ നമുക്കൊക്കെ അറിയാം. അതിന് പകരമായിട്ട്, അതിന് ആൾട്ടർനേറ്റീവായിട്ട്, അതിന് പകരമല്ല, അതിനേക്കാൾ ഉദാത്തമായിട്ടുള്ള ഭാരതത്തിൻ്റെ ഈ വൈദ്യശാസ്ത്ര സമ്പ്രദായത്തിന് പ്രാധാന്യം നൽകുന്ന ആ ഡോക്ടർ ദമ്പതികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഈ ഇത്തരത്തിലുള്ള ഈ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ 4 പ്രധാനപ്പെട്ട പദ്ധതികളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ ഈ വലിയ കവല ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഹിന്ദു രക്ഷാ മമ